നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആകാശത്തിലെ സൂര്യനല്ല, ഒടിഞ്ഞു മടങ്ങി വീൽ ചെയറിലിരിക്കുന്ന സൂര്യനില്ലേ, അയാള് നാളെ തീരണം. അതിലെനിക്ക് പിഴക്കില്ല. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അണിമകലും പരമേശ്വരന്റെ മോനെ ചങ്കോച്ചുണ്ടെങ്കിൽ എന്റെ കഴുത്ത് ഞെരിച്ചങ്ങ് കൊല്ല് 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 കൊല്ല്. കൊല്ല് കൊല്ലോ കൊല്ല്. എടാ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ, വാടാ ഇങ്ങോട്ട് നടക്കും. വിട്. അയ്യോ അയ്യോ എടാ നിന്നെ ഞാൻ എന്തിനാ അവരെ തല്ലുന്നേ? നീ ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇവന്റെ വിവാഹം നടത്താനുള്ള ഏർപ്പാട് ചെയ്യാൻ പറ. അല്ലെങ്കിലേ മോൻ ഏതെങ്കിലും കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കുമ്പോ നാട്ടുകാര് പിടിച്ചു കെട്ടി തല്ലി കൊന്നുകളെ. എടാ വരുണിന്റെ പ്രിയങ്കയുടെയും ജനാല തുറന്നിട്ടിട്ട് മൊബൈലിൽ എന്തോ ഷൂട്ട് ചെയ്യായിരുന്നു ഇവൻ. എന്താടാ ഇവര് പറയുന്ന സത്യാണോ? അമ്മേ, അത് ഇവര് വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. അവരുടെ റൂമിൽ നിന്ന് നല്ല ശബ്ദമായിരുന്നു. അത് മുത്തശ്ശിയും വല്യമ്മയും കാണിക്കാൻ വേണ്ടിയാ ഞാൻ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. എന്നിട്ട് അവര് തമ്മിൽ തല്ലുന്ന നീ കണ്ടോ? നിന്റെ ഫോൺ എടുക്ക്. നീ എന്താ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്ക്. അത് ക്യാമറ സെറ്റായി വന്നപ്പോഴേക്കും നിങ്ങൾ വന്നു, അതുകൊണ്ടാ. ഗൗതം, ഫോണിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലേ നീ ഇതുവർക്ക് കാണിച്ചു കൊടുക്ക്. അതോടെ തീരുമല്ലോ എല്ലാവരുടെ സംശയം. വഴിവക്കിൽ വെച്ച് ആളുകൾ പറഞ്ഞിട്ട് പോലും അമ്മയ്ക്കും മുത്തശ്ശിക്കും വിശ്വാസമായിട്ടില്ല. എടുത്ത് കാണിച്ചു കൊടുക്ക്, അല്ലെങ്കിലേ ഈ സംശയം അങ്ങനെ അങ്ങ് കിടക്കും. നിങ്ങളുടെയൊക്കെ നിർബന്ധം കൊണ്ടാ വരുണും പ്രിയങ്കയും അറിയാതെ അവരുടെ പിറകെ വന്നത്. ഇനിയിപ്പോ അവരറിഞ്ഞോട്ടെ നമ്മൾ ഇവിടെ ഉണ്ടെന്ന്. ഞാൻ തന്നെ പറഞ്ഞോളാം. ഏയ് മുത്തശ്ശി നിക്ക്. ഗൗതം, ആ ഫോണിങ്ങത്താ. തോരാൻ ഇതാണോ നീ പറഞ്ഞ തമ്മി തല്ല്? ഇതാണോ നീ എല്ലാവരെയും കാണിക്കാൻ ഉദ്ദേശിച്ചത്? ഭാര്യയും ഭർത്താവും ഒരുമിച്ചൊരു മുറിയിലുണ്ടായാലേ അവര് തമ്മിൽ സ്നേഹിക്കില്ലേ? കഷ്ടമുണ്ട് കേട്ടോ. അമ്മ ഇനി പോരമ്മേ, ഈ നാണം കെട്ട കാര്യത്തിനൊക്കെ അധികം സംസാരിക്കുന്ന അപകടം. ഉർവശി, നിന്റെ മോന് കാര്യങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞു മനസ്സിലാക്കിക്കും. ഇല്ലെങ്കിലേ ഇവൻ ഇനി കണിമംഗലത്തേക്ക് തിരിച്ചു വരണ്ടെന്ന് എനിക്ക് തീരുമാനിക്കേണ്ടി വരും. കൂടെയുള്ളവരെ നാണം കെടുത്താനല്ലാതെ എന്തെങ്കിലും നിന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോടാ ഇതുവരെ? ചെറിയമ്മേ, ഗൗതമിനെ കുറ്റം പറയണ്ട.
ക്യാമറയിലൊന്നും പതിഞ്ഞില്ല എന്നുള്ളത് സത്യം തന്നെയായിരിക്കും. പക്ഷെ അവര് തമ്മിലുള്ള പ്രശ്നങ്ങള് ഞാൻ പലതവണ നേരിട്ട് കണ്ടിട്ടുള്ളതാ. എനിക്കതിൽ ഒരു സംശയവുമില്ല. ഗൗതം, ഇനി മുത്തശ്ശിക്കും അമ്മയ്ക്കും മുന്നിൽ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോ അതവര് വിശ്വസിക്കുന്നതായിരിക്കണം. ഇനി അബദ്ധം പറ്റരുത്. ശ്ശെ. ഇത് എന്തിനാ നിനക്ക് ഇത്രയും ദേഷ്യം? ഇവള് പൂജാരിയുടെ മകളായതുകൊണ്ടാണോ എന്ത് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത്? കൽപ്പന പലതവണ ശ്രമിച്ചില്ലേ? ദേ ഇപ്പൊ ഞാനും ശ്രമിച്ചു. പക്ഷെ സംഭവിക്കുന്നതൊക്കെ നേരെ തിരിച്ചു. ദൈവങ്ങളൊക്കെ കൂടി പൊതിഞ്ഞ് പിടിച്ചിരിക്കുക. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? പിന്നെ ദൈവങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഗൗതം, ഒന്നിച്ചുള്ളൊരു ജീവിതത്തിന്റെ തൊട്ടടുത്താ നീ ഞാനും. വരുണിന്റെയും പ്രിയങ്കയുടെയും യാഥാർത്ഥ്യം മുത്തശ്ശിയും അമ്മയും കാണിച്ചു കൊടുക്കൽ മാത്രമല്ല, നമ്മുടെ യാഥാർത്ഥ്യം വേറെയാ. നാളെ സൂര്യൻ അസ്തമിക്കണം. ആകാശത്തിലെ സൂര്യനല്ല, ഒടിഞ്ഞു മടങ്ങി വീൽചെയറിലിരിക്കുന്ന സൂര്യനില്ലേ, അയാള് നാളെ തീരണം. അതിലെനിക്ക് പിഴക്കില്ല. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെല്ല്, ഇന്നത്തെ ഒരു രാത്രി കൂടി ആ മാംസപിണ്ഡത്തിന് കാവലിരിക്കും. ഇന്നത്തെ ദിവസം സൂര്യ മനസ്സറിഞ്ഞ് സന്തോഷിക്കും. കൽപ്പനയുടെ മാറ്റങ്ങൾ സൂര്യ മനസ്സിലാക്കും. നാളെ നേരം വെളുക്കുമ്പോ മുത്തശ്ശിയോടും അമ്മയോടും ബിജുവിനോടൊക്കെ സൂര്യ അത് പറയും. അപ്പൊ പിന്നെ സൂര്യക്ക് സംഭവിക്കുന്ന അപകടത്തില് എന്നെ ആരും സംശയിക്കില്ലല്ലോ. ഞാൻ പോട്ടെ. തലയിലിരിക്കുന്ന ഭാരം ഒന്ന് ഒഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് മതി. ഒട്ടും കനവില്ലാത്തൊരു അപ്പൂപ്പൻ താടി പോലെ എനിക്ക് നിന്റെ മാറിൽ ഒട്ടിപ്പിടിച്ചിരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.